सर्वमङ्गलमङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणी नमोस्तुते। अम्मा नारायणा नमो, देवी नारायणा नमो, लक्ष्मी नारायणा नमो, भद्रे ഇത് മൂതിർക്കുന്ന് ഭഗവതി ക്ഷേത്രം. 2000 വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ സർവശക്തയായ ഭഗവതി ബാലദുർഗാരൂപത്തിൽ ശംഖചക്രവരത കടിബദ്ധഹസ്തയായി നിത്യസാന്നിധ്യം ചെയ്തുവരുന്നു. കേരളത്തിലെ ചരിത്രപ്രസിദ്ധങ്ങളായ ദേവീക്ഷേത്രങ്ങളിൽ പ്രഥമസ്മരണീയമായ ഈ ക്ഷേത്രം ഏറനാടിന്റെ ഹൃദയമായ മഞ്ചേരിയിൽ ശാന്തഗംഭീരവും പ്രകൃതി രമണീയവുമായ ഈ കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്നു. ഓം ദേവി രാജേശ്വരി, ഓം ശ്രീദേവി നാഗേശ്വരി, ഓം എനും ദേവി യോഗേശ്വരി, ശരണം ശരണം ലോകേശ്വരി. പ്രശ്നവശാൽ 2000 വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിന് കിഴക്കുഭാഗത്ത് സുമാർ 2 കിലോമീറ്റർ ദൂരത്ത് പാറയും അരുവിയുമുള്ള ഉയർന്ന കുന്നിൻ മുകളിലാണ് ദേവീ ചൈതന്യം ആദ്യം കണ്ടുവന്നത്. ദേവീ ചൈതന്യം ആദ്യം കണ്ടുവെന്ന് വിശ്വസിക്കുന്ന സ്ഥലം. അവിടെ നിന്നും ഈ കൊട്ടത്തറയിൽ വന്നിരിക്കുകയും അന്നത്തെ മഞ്ചേരി കോവിലകത്തെ കാരണവന്മാർക്ക് ദേവീ സാന്നിധ്യം ബോധ്യമാവുകയും അതിൻ പ്രകാരം താന്ത്രിക തച്ചുശാസ്ത്രവിധി പ്രകാരം മഹാക്ഷേത്രം നിർമ്മിച്ച് ദേവിയെ കുടിയിരുത്തുകയും ചെയ്തു. ഇത് പുരാതനമായ മഞ്ചേരി കോവിലകം. കൊട്ടത്തറയുടെ അടുത്തുതന്നെ കരിങ്കല്ലുകൊണ്ടുള്ള താളിക്കുഴിയും സ്ഥിതി ചെയ്യുന്നു. ഇവ രണ്ടും കാലക്രമത്തിൽ കിഴക്കോട്ട് നീങ്ങുന്നുവെന്ന് പഴമക്കാർ വിശ്വസിക്കുന്നു. ശരണം തിരികെ
ദേവിക്ക് നിത്യവും ഉപയോഗിക്കുന്ന പൂജാദ്രവ്യങ്ങളിൽ വിശേഷമായത് താമരയും നിവേദ്യങ്ങളിൽ കദളിപ്പഴവുമാണ്. മനസ്സറിഞ്ഞ് ഇവ ദേവിക്ക് സമർപ്പിച്ചാൽ ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം സാധിക്കുമെന്നാണ് ഭക്തരുടെ ഉറച്ച വിശ്വാസവും അനുഭവ സാക്ഷ്യങ്ങളും. ദേവിക്ക് സാധാരണയായി അണിയുന്ന ആഭരണങ്ങൾക്ക് പുറമെ നിത്യേന വെള്ള അലക്കിയ തിരുവടയാട ചാർത്തുന്നതുമായ കേരളത്തിലെ ഏക ക്ഷേത്രവും ഇതാണ്. ഇവിടുത്തെ ഭഗവതിക്ക് ദിവസവും നിത്യവെള്ളയാണ്. ദിവസവും അലക്കിയത് കൊടുത്ത് അതെവിടെയും കാണാത്തൊരു പ്രത്യേകതയാണ്. കുട്ടികളുടെ കല്യാണം കഴിയാൻ വേണ്ടിയിട്ട് തൃത്താലി ചാർത്താൻ ഭഗവതിക്ക് പ്രാർത്ഥിക്കാറുണ്ട്. അത് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ വന്ന് അമ്പലത്തിൽ വന്ന് താലി ചാർത്തി മടക്കി പോകുന്നു. ദേവിയുടെ അംഗരക്ഷകരായിട്ട് ദേവി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ദേവിക്ക് അകമ്പടിയായി വാളും പരിചയം എടുക്കാൻ ഒരു പ്രത്യേക കുടുംബക്കാർ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. വേട്ടേക്കോട് സൈഡിലെ ഒരു കളരിയും അതിനോട് അനുബന്ധിച്ച് അവർ ഉണ്ടായിരുന്നു. മാത്രമല്ല അവരെടുക്കുന്ന വാളും അവരുടെ പരിചയുടെ കളർ പച്ച കളറുമായിരുന്നു. അവരാണ് മുമ്പിൽ അകമ്പടിയായിട്ട് ഉണ്ടാവുക. ക്ഷേത്രത്തിന്റെ പഴമ വിളിച്ചോതുന്ന വട്ടെഴുത്തുകൾ നാലമ്പലത്തിനുള്ളിലും പുറത്ത് വടക്ക് ഭാഗത്ത് കരിങ്കലിലും കൊത്തിവെക്കപ്പെട്ടിട്ടുണ്ട്. ഏത് ലിപിയിലാണ് ഇത് എഴുതപ്പെട്ടിട്ടുള്ളത് എന്നത് ഇതുവരെ നിർണയിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇവയെല്ലാം ക്ഷേത്രത്തിന്റെ പാരമ്പര്യത്തെയും പ്രതാപത്തെയും വിളിച്ചോതുന്നതാണ്. കല്ലിൽ കൊത്തിവെച്ച ലിപികളുണ്ട്. വട്ടെഴുത്തിലാണ് അത് എഴുതിയിട്ടില്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ വന്ന് അത് വായിക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ ആർക്കും അത് എന്താണെന്ന് ഇതേവരെ മനസ്സിലായിട്ടില്ല. അത് ഈ വട്ടെഴുത്ത് ഒരു പ്രത്യേക രീതിയിലുള്ള വട്ടെഴുത്താണ്. ഇത് മനസ്സിലാക്കാൻ അതിന് പ്രാഗൽഭ്യമുള്ള ആരെ ഇതേവരെ കിട്ടിയിട്ടില്ല. സർവശക്തിയായ ദേവിയാണ് ബാലദുർഗ രൂപത്തിൽ പ്രധാന പ്രതിഷ്ഠയെങ്കിലും അപൂർവ സ്വഭാവത്തോടു കൂടിയ മറ്റു ഉപദേവന്മാർ ഈ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നു. ഈ നാലമ്പലത്തിനുള്ളിൽ തെക്കേ നടയിൽ ഗണപതിയും ദക്ഷിണാമൂർത്തിയും സാങ്കല്പികമായും ദേവിയുടെ കന്നിമൂലയിൽ പ്രഭാസത്യ സമേതനായ ശാസ്താവും തൊട്ടുവടക്ക് ഭാഗത്ത് ത്രിപുരാന്തകനും കുടികൊള്ളുന്നു. ശ്രീകോവിലിനു പുറത്ത് തെക്കുകിഴക്കായി കാണുന്ന ഈ ക്ഷേത്രത്തിൽ ഉപദേവനായ ഉണ്ണിക്കണ്ണനെയാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. രണ്ടു കൈയിലും വെണ്ണയുമായി നിൽക്കുന്ന ഉണ്ണിക്കണ്ണൻ ഒരു അപൂർവ പ്രതിഷ്ഠയത്രേ. എല്ലാ പാവങ്ങൾക്കും എല്ലാ വലിയവർക്കും ഒരേ മാതിരി അനുഗ്രഹം ചൊരിയുന്ന അമ്മയാണ്. കുന്നത്തമ്മേനെ ആര് സ്മരിക്കുന്നുവോ അവർക്ക് ദിനം പ്രതി ഐശ്വര്യമില്ലാണ്ട് വേറൊന്നും അമ്മ കൊടുക്കാറില്ല. ക്ഷേത്രത്തോട് ചേർന്ന് തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് വേട്ടയ്ക്കൊരു മകനും ക്ഷേത്രേശ ഗൃഹാന്തർ ഭാഗത്തുണ്ടായിരുന്ന തേവാരമൂർത്തികളെ പുതുതായി പണിത ശ്രീകോവിലിലും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇവിടെ ശൈവം, വൈഷ്ണവം, ശക്തി ഇവ മൂന്നും കുടികൊള്ളുന്നു. ക്ഷേത്രസംബന്ധമായ ബ്രഹ്മരക്ഷസിനെ ക്ഷേത്രത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്തായി കുടിവെച്ചിരിക്കുന്നു. ക്ഷേത്രത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായി കാണുന്ന ഈ ക്ഷേത്രത്തിൽ ഏറാട്ടുകാളൻ എന്നറിയപ്പെടുന്ന ശൈവ സങ്കല്പത്തിലുള്ള ശിവനെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഏറനാടിന്റെ മുഴുവൻ രക്ഷാധികാരി എന്ന സങ്കല്പത്തിലാണ് ഈ ശൈവ സാന്നിധ്യം. ക്ഷേത്രത്തോട് ബന്ധപ്പെട്ട് എല്ലാ ജീവജാലങ്ങളുടെയും കുട്ടികളുടെയും സംരക്ഷണം ഈ ശക്തിയിൽ